ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഫസ്റ്റ് ബൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കക്ക ഇറച്ചി കൊണ്ടുള്ള 3 വിഭവങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ഇതങ്ങനെ ആരും പരീക്ഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ കോഴിക്കോട് വന്നപ്പം പഠിച്ചെടുത്തതാണ് ഇതിൽ 2 ഐറ്റംസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കക്കയാണ്. കക്ക നന്നായിട്ട് വൃത്തിയാക്കി, അതിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അറിയാം അതിൽ മണ്ണുണ്ടാവും, പിന്നെ പൊടികളുണ്ടാവും, പിന്നെ ഈ തുറന്നു പോയിട്ട് ഉള്ളിൽ മണ്ണ് നിറഞ്ഞു കിടക്കുന്ന വേസ്റ്റായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കണം. ചില കക്കയുടെ ഉള്ളിൽ എന്താ പറയുക, ചിലപ്പം ഇറച്ചി ആയിരിക്കില്ല ഉണ്ടാവുക, മണ്ണായിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ ഉരച്ച് കഴുകുമ്പോൾ അറിയാൻ പറ്റും. അതൊക്കെ ഒഴിവാക്കി നന്നായി വൃത്തിയാക്കി എടുത്ത കക്കയാണ് ഇത്. ഈ കക്കയ്ക്ക് നമ്മൾ കോഴിക്കോട് എരുന്തെന്നും പറയും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഉപ്പേരി പോലെ എങ്ങനെ വെക്കും എന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ, 2 ചെറിയ ഉള്ളി, 2 പച്ചമുളക്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഒരു ചട്ടിയിൽ, ഞാനിത് ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മൺചട്ടിയിൽ ആവശ്യത്തിന് കക്ക, ഇത് ഏകദേശം ജസ്റ്റ് ഒരു 1/2 കപ്പ് കക്ക ഉണ്ടാവുക. പിന്നെ എൻ്റെ ഒരു കൈക്കുമ്പിളിൻ്റെ സൈസിന് പിന്നെ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കുന്ന അരിയാണ്. അതൊന്ന് വറുത്തെടുക്കണം. ഇതുപോലെ നന്നായി കളറൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വറുത്ത്, നമ്മൾ ചായക്കൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാറില്ലേ, ഇത് അരി വറുത്തതും തേങ്ങയൊക്കെ ഇട്ടിട്ട് എല്ലാവരും കഴിക്കുന്നതാണ്. അപ്പം അതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ തേങ്ങ ഒതുക്കിയെടുക്കണം. നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ കക്ക ഞാനിവിടെ അടുപ്പത്ത് വെച്ചു. ഇനി നന്നായി അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് വെള്ളം ഊറി വരും. അപ്പോൾ ആ വെള്ളം നമ്മൾ വറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സിമ്മാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് എല്ലാ കക്കയും നന്നായിട്ട് വാ തുറന്ന് വരുന്ന രീതിയിലാവണം. വെള്ളം വറ്റുകയും ചെയ്യരുത്. അപ്പോൾ നന്നായി അടച്ചു വെച്ച് തന്നെ സിമ്മിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നന്നായി ഇതിന്ന് എല്ലാം വാ തുറന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നന്നായി വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മതി. നമ്മൾ ചേർക്കാൻ പോകുന്ന തേങ്ങയ്ക്കും നമ്മൾ ചേർക്കാൻ പോകുന്ന അരിപ്പൊടിക്കും ആ ഒരളവിന് അതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം കക്കയിൽ ഓൾറെഡി നല്ല ഉപ്പ് ഉള്ള ഒരു ഡിഷാണ് കക്ക. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടെ ഒതുക്കിയെടുത്തതാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് പച്ചമുളക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ എല്ലാം ചേർക്കുന്ന സമയത്ത്, ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വെള്ളം ഓവർ ഡ്രൈ ആവാൻ പാടില്ല, വറ്റിപ്പോവാൻ പാടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അതിൽ എല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി ചേർത്താലും അരിപ്പൊടി പെട്ടെന്ന് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അരിപ്പൊടിയും ചേർക്കാൻ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്, അപ്പോൾ കുറച്ചും കൂടി അരിപ്പൊടി ചേർക്കാം. ഓക്കെ, ഇത് എപ്പോഴും വെറ്റായിട്ട് തന്നെ ഇരിക്കണം. കാരണം കുറച്ച് കഴിഞ്ഞ് ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല ഡ്രൈ ആവും. അപ്പോൾ അത്രയ്ക്ക് അങ്ങ് ഡ്രൈ ആവണ്ട. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് താളിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. കടുക് താളിച്ചെടുക്കാൻ ഞാൻ വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് താളിച്ചെടുക്കാം.
എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് താളിച്ച് നമുക്കതൊന്ന് മൂടി വയ്ക്കാം. നമ്മൾ എന്ത് കാര്യം താളിക്കുമ്പോഴും അതൊന്ന് അപ്പം തന്നെ മൂടി വെക്കണം. എന്നാലേ അതിൻ്റെ രുചിയും മണവും ഒക്കെ അതിൽ പിടിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളക് എരിവ് നല്ല എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട്, നന്നായി എരിവ് വേണം എന്നുള്ളവർക്ക് ഒരു 8 എണ്ണമൊക്കെ എടുക്കാം. അതല്ല കുറച്ച് മതിയെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് പിന്നെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ പഴയ ആളുകളൊക്കെ ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടുന്ന കറിയായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ കക്ക താളിച്ചത് എന്ന് പറയുന്നത്. കക്ക എന്നല്ല ഇവിടെ പറയുന്നത്, ഇവിടെ എരുന്തെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ എരുന്തെന്നാണ് വായിൽ വരുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. കക്ക എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തൊക്കെ എരുന്തെന്നാണ് പറയുന്നത്. അപ്പോൾ എരുന്ത് താളിച്ചതിന് നമ്മൾ ചീനമുളകാണ് എടുക്കുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, നല്ല എരിവുമായിരിക്കും ചീനമുളകാണെങ്കിൽ. ഇപ്പോൾ ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് 2, 3, 4 ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് നന്നായി പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കുക. കക്ക അധികം ആളുകളും ഇറച്ചി എടുത്തിട്ട് അത് പൊരിക്കുന്നതും അത് റോസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ തൊണ്ടോടുകൂടി ഉപയോഗിക്കുന്നത് അധികം കണ്ടിട്ടുണ്ടാവില്ല. ഇത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം ആവശ്യമുണ്ട്. നമ്മൾ ചോറ് വെച്ചിട്ട് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം കുറച്ച് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളിയും അരിഞ്ഞു വെച്ച ഉള്ളിയും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും ആ ഒരു പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കക്ക ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പം ഈ താളിച്ചതെന്ന് പറയുമ്പോൾ ചോറിലേക്ക് ഒഴിച്ചു കൂട്ടാനുള്ളതാണ്. അപ്പം അത് കാരണം കുറച്ച് ഉപ്പ് വേണ്ടി വരും. എന്നാലും നോക്കിയിട്ട് ആഡ് ചെയ്യണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഈ കക്കയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി എന്ന് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കക്ക ബാക്കി പൊരിക്കാനുള്ള കക്ക ഇറച്ചിയെടുക്കാം. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ജസ്റ്റ് ഇതൊന്ന് വേവിക്കുക. ഇവിടെയൊക്കെ അതിൻ്റെ വെള്ളം വേറെ മാറ്റി എടുത്ത് വയ്ക്കും പൊങ്ങി വരുമ്പോൾ. എന്നിട്ട് നമ്മൾ നന്നാക്കി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി വന്നു. കുറച്ച് അതിൻ്റെ നമ്മൾ ഒഴിച്ചു കൊടുത്ത കഞ്ഞിവെള്ളമൊക്കെ കുറച്ച് വറ്റി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ എരുന്ത് താളിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നന്നാക്കിയെടുത്ത കക്ക ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊരു വെള്ളം വരും. അപ്പോൾ അത് നന്നായി ഊറ്റിയെടുത്ത് വെച്ചാൽ അത് ഊറി ആ അടിഭാഗം നമ്മൾ യൂസ് ചെയ്യേണ്ട, മണ്ണൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് ആ തെളി മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക.
ഉപ്പിട്ടില്ലെങ്കിലും മസാലയിൽ ഉപ്പില്ലാത്ത പോലെ തോന്നും. അതുകൊണ്ടാണ് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഈ വെള്ളം ഒരുപാട് ഓൾറെഡി നമ്മളെ കക്ക നന്നായി വെന്ത കക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇതിനില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ഒരുപാട് പൊടികളൊന്നും ഇടാതെ പൊരിച്ചെടുക്കുക. അതല്ല കുറച്ച് വെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം വറ്റുന്നതിന് മുൻപേ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെള്ളം വറ്റണ്ട, അതിന് മുമ്പേ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതല്ല ഡ്രൈ ആവണം എന്നുള്ളവരാണെങ്കിൽ നന്നായി വെള്ളം വറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ എന്ത് പൊരിക്കുമ്പോഴും അതൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫ്രൈ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മളെപ്പോഴും പൊരിക്കുന്ന ഐറ്റംസ്, ഞാൻ എപ്പോഴും മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒക്കെ പൊരിച്ച് കഴിയുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായി വരും. ഇപ്പോൾ നമ്മളെ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ കണ്ടില്ലേ, അത്ര ഞാൻ ഡ്രൈ ആക്കിയിട്ടില്ല. കുറച്ച് വെറ്റായിട്ടാണ് എനിക്ക് ഇവിടെ ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇന്നത്തെ 3 വിഭവങ്ങളും പുതുമയുള്ളതായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എനിക്ക് ഇത് ഭയങ്കര പുതുമയുള്ള വിഭവങ്ങളായിരുന്നു ഇവിടെ കോഴിക്കോട് വന്ന സമയത്ത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.